ഹായ് എല്ലാവർക്കും ലേഖാസ് കിച്ചൻ വേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻകറി ഇല്ലാത്ത മീൻകറി പോലത്തെ ഒരു കൂട്ടാൻ. അപ്പോൾ നമുക്ക് കോവയ്ക്ക കൊണ്ടൊരു മീൻകറി നമുക്ക് വീട്ടിലേക്ക് പോകാം. എൻ്റെ മീൻകറി വെക്കാട്ടോ നമുക്കൊന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കോവയ്ക്ക കൊണ്ടുള്ളൊരു മീൻകറി. അതായത് മീനൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ. കോവയ്ക്ക കൊണ്ട് നല്ലൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാനൊരു 1/2 കിലോ കോവയ്ക്ക എടുത്തിട്ട് ഇപ്പോൾ ചിലത് ഇതിൽ പഴുത്തതുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ചെറിയ പീസായിട്ട് നീളനെയാണ് കീറി വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് പിന്നെ നോക്കാം. ഞാൻ 2 കുടപ്പുളി എടുത്തിട്ട് ചീന്തിയിട്ടുണ്ട്. നമുക്ക് പുളിക്ക് ആവശ്യത്തിനാണ്. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 മുറി നാളികേരമാണ് കേട്ടോ ചിരണ്ടി വെച്ചേക്കണത്. അതിൽ 4 ചെറിയ ഉള്ളിയും ചുവന്നുള്ളിയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പൊടികളാണ് വേണ്ടത്. അപ്പോൾ 1/2 ടീസ്പൂണാണ് ഞാൻ മുളക് പൊടി എടുത്തേക്കണത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്, അത് 1/2 ടീസ്പൂണ്. പിന്നെ നമുക്കിതിലേക്ക് കാച്ചി ഒഴിക്കാനായിട്ട് കുറച്ച് ഉള്ളി എടുത്തിട്ട് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു സബോള നീളനെ കീറി വെച്ചിട്ടുണ്ട്. ഞാനൊരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ പച്ചമുളകായി കാരണം കേട്ടോ. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എരിവും പിന്നെ മുളക് പൊടിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നമുക്കൊരു എരിവ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ ചെറിയ പച്ചമുളകായി കാരണം 8 പച്ചമുളകോളം ഞാൻ ഇതേപോലെ ചീന്തി വെച്ചിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഉപ്പും വെളിച്ചെണ്ണ നമ്മൾ ഇതിൽ ലാസ്റ്റ് പറയാം കേട്ടോ. ആ ചേർക്കണതിനനുസരിച്ച് പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കോവയ്ക്ക മീൻകറി വെക്കാനുള്ള സാധനങ്ങൾ കേട്ടോ. ആണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കോവയ്ക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ചട്ടിയിലിട്ട് കൊടുത്തു. ഇനി ഇട്ട് കൊടുക്കുന്നത് സബോള, പച്ചമുളക്, വേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളെങ്ങനെയാണ് മീൻകറി വെക്കുന്നത് അതേപോലെ തന്നെ മീൻകറി നമ്മൾ വ്യത്യസ്ത രീതിയിൽ വെക്കും കേട്ടോ. അപ്പം ഞാനിത് നമ്മൾ ആദ്യമൊക്കെ വെക്കുന്ന ഒരു മീൻകറി റെസിപ്പി ഉണ്ടല്ലോ, അതേപോലെയാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ഇത് ഒഴിച്ച് വെച്ചു. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പുളിയും കുടപ്പുളിയും അതിൻ്റെ ഒപ്പം തന്നെ കുതിരാൻ വെച്ച വെള്ളം കൂടിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കുറച്ചിട്ട് ആദ്യം കൊടുക്കുക. അതിന് ശേഷം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് പുളിയുടെയും ഉപ്പിൻ്റെയും അതേപോലെ പൊടികളുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ ഇരിക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1/2 കിലോന് എടുത്തതിനനുസരിച്ചാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഉപ്പ് കുറവാണ് വേണ്ടത്. അപ്പം അതുകൊണ്ട് ഉപ്പ് ഞാൻ കുറച്ചാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ, ഏകദേശം നമുക്കൊരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഒരു കണക്കനുസരിച്ചാണ് ഞാൻ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായി കൂട്ടി തിരുമ്പാം. അപ്പോൾ കൈ കൊണ്ട് തിരുമ്പാൻ പറ്റാത്തവർക്ക് കയ്യിലോണ്ട് കഴുകാക്കണമെന്നും കുഴപ്പമില്ല. പക്ഷെ കൈ കൊണ്ടാവുമ്പോഴാണ് നമ്മൾ ഈ കോവയ്ക്കയിലും ഒക്കെ നന്നായി പിടിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ കൈ കൊണ്ട് തന്നെ തിരുമ്പി കൊടുക്കുന്നത്. കൈ കൊണ്ട് തിരുമ്പി എല്ലാതും കൂട്ടി തിരുമ്പി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഏകദേശം 10 മിനിറ്റ് ആയിട്ടാ അതേ തുറന്നു നോക്കി നല്ല പോലെ ഇത് പിടിച്ചിട്ടുണ്ടാവും നമുക്ക്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കൈ കൊണ്ട് തന്നെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്കിതിൽ എന്തോരം മാത്രം വെള്ളമുണ്ട്, വെള്ളം പോരായ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തത്. അപ്പം നമ്മുടെ കറിയുടെ മുകളിൽ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ എപ്പോഴും വെള്ളം ചേർത്ത് കൊടുക്കാൻ. നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പം നമുക്കത് അടച്ച് വെച്ചു സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. ഞാൻ സ്റ്റവ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിളയ്ക്കട്ടെ. ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നാളികേരം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ഒരു ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് നാളികേരമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തോട്ടോ കേട്ടോ.
ഇനി നമുക്ക് നല്ല പോലെ അരച്ചെടുക്കാം. കറിയൊക്കെ തിളച്ചോ നോക്കാം കേട്ടോ. അപ്പോൾ കറി തിളച്ചിട്ടുണ്ട്, നമുക്കതിൽ ആവി വരുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല പോലെ തിളച്ച് മറിയാണ്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് കൂട്ടാനിലത്തെ ഉപ്പും പുളിയും ഈ സമയത്ത് വേണം നമ്മൾ നോക്കാനായിട്ട്. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കോവയ്ക്കൊന്നും വെന്തിട്ടില്ല. നമുക്ക് പുളിയും ഉപ്പാണ് കേട്ടോ ഉപ്പ് നോക്കണത്. ഇതിൽ നമ്മളിട്ട ഉപ്പും പുളിയും കറക്റ്റാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. ഞങ്ങളുടെ പുളിയും ഉപ്പാവില്ല നിങ്ങൾക്കാവണത്. അപ്പോൾ നിങ്ങൾ കൂട്ടിയും കുറച്ചിടണമെന്നൊക്കെ അവരാരെ ടേസ്റ്റിനനുസരിച്ച് വേണം ഇതിലെ പൊടികളായാലും ചേർക്കാനും ഉപ്പൊക്കെ ചേർക്കാനും കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും ഇത് കോവയ്ക്ക് വേവാത്ത കൊണ്ട് വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. കോവയ്ക്കൊക്കെ വെന്തോന്നൊക്കെ ഒന്ന് അടുപ്പ് തുറന്ന് നോക്കാം കേട്ടോ. കോവയ്ക്കൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ലെവലായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇനി ഒഴിച്ചു കൊടുക്കുന്നത് നാളികേരം അരച്ച് വെച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നാളികേരമൊക്കെ നമ്മൾ കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതേപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഇതിൻ്റെ ഒന്ന് നമുക്കൊന്ന് പത വന്നു കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റൗ ഓഫാക്കാം കേട്ടോ. അപ്പം നമ്മുടെ കറി വെന്തു ഒന്ന് ലെവലായി. കാരണം നാളികേരം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും തിളപ്പിക്കരുത്. അപ്പം ഒരു പത മൊത്തത്തിലൊരു പത വന്നു കഴിയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ തളാന്ന് പറയുന്നു അതൊക്കെ വരുമ്പോൾ നമ്മൾ നിർത്തി കൊടുക്കാം കേട്ടോ. നാളികേരമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നൊരു തള, അതായത് ഇങ്ങനെ പോളപ്പൊട്ടല്ലേ അതേപോലെ. അപ്പം നമുക്ക് സ്റ്റൗവൊക്കെ ഓഫാക്കി കൊടുക്കാം കേട്ടോ. ചോദിക്കണം. അപ്പം അതിനായിട്ട് ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ആവി വരണമെന്നുണ്ടല്ലോ കറിയുടെയാണ് കേട്ടോ. അതിങ്ങനെ ചൂട്ടത്ത് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് കാണിച്ചു തരാം. സ്റ്റവ് ഓഫ് ആക്കിയിട്ടും തിളക്കി നോക്കിയാൽ പോലെ വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് ഒരു കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവയ്ക്കും പൊട്ടി തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മളിത് ഉള്ളി, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില പൊട്ടി കൊടുക്കുന്നുണ്ട്. ഉള്ളി അല്ലാതെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ആ ചൂടുത്ത വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് മൊരിയാനായിട്ട് ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഇനി കറിയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. കറിയിലേക്ക് നമ്മൾ ഇപ്പോൾ നമ്മുടെ ചട്ടിൻ്റെ കുറച്ചും കൂടി ബാക്കിൻ്റെ ഉള്ളിലേക്ക് അത് നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് കോരിയിട്ട് കുറച്ച് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കതിനെ വീണ്ടും നമ്മുടെ കറിയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി മീൻ കറിയുടെ ടേസ്റ്റിൽ അടിപൊളി ഒരു വെജിറ്റബിൾ കറിയാണ് കേട്ടോ. മീനൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തു നോക്കട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിനൊപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റാ, ബൈ ബൈ.